കുടുംബത്തിന്റെ പ്രതീക്ഷകളിലേക്കും സന്തോഷത്തിലേക്കും കൊലക്കത്തി പാഞ്ഞു കയറിയിട്ട് ഇന്ന് ഒരു വർഷം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ ആയിരുന്ന ഡോക്ടർ വന്ദന ദാസിനെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി ജി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത് 2023 മെയ് 10 പോലീസുകാരും സഹപ്രവർത്തകരും നോക്കി നിൽക്കെ ആയിരുന്നു നിസ്സഹായയായ വന്ദനയുടെ ശരീരത്തിലേക്ക് കത്രിക സന്ദീപ് കുത്തിയിറക്കിയത്. വന്ദനയുടെ ജീവന് വേണ്ടി കേരളം മനമുരുകി പ്രാർത്ഥിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച വന്ദനാദാസ് കൊലപാതകത്തെ തുടർന്ന് ആശുപത്രികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കി. അതേസമയം വന്ദനയുടെ ഓർമ്മകളിൽ വെന്തുരുകുന്ന മാതാപിതാക്കൾ ഇപ്പോഴും പറയുന്നത് മകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. ന്യൂസ് ട്രെൻഡ്സ് വിശദമായി പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ്. വന്ദനയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ കഴിയുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും. മകളുടെ മരണത്തിൽ നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഒരു വർഷത്തെ തീരാവേദന ഈ കണ്ണുനീരിലുണ്ട്. അത് ഈ ജന്മം തോരില്ലെന്ന് ഈ അച്ഛൻ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ തള്ളി നീക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരാത്ത, വിശപ്പില്ലാത്ത, മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമല്ല, അത് ആയുസ് മുഴുവനും അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായ ഒരു പോംവഴിയും നമ്മളോട് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്കത് മറക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. മറ്റാർക്കും വിശ്വസിക്കാനാകാത്ത അനുഭവത്തിലൂടെയാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും യാത്ര. വന്ദനമോൾ എപ്പോഴും കൂടെയുണ്ട്. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആയുസുള്ള കാലത്തോളം പൊന്നുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് ഈ മനുഷ്യൻ പറയുന്നു. നീതി ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിക്കുകയും നീതി ലഭിക്കുകയും അല്പം ദിവസം താമസിച്ചാൽ ലഭിക്കുകയും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യമുള്ളത്തോളം കാലം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. അത് ഞങ്ങൾ അതിനുള്ള പ്രതിവിധിയായിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തും. ഇതിലൊക്കെ നിഗൂഢതകളൊക്കെ ഉണ്ടോ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഡോക്ടർ വന്ദനയുടെ സ്വപ്നം പോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള ഒരു കേന്ദ്രം ഒരുക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. തൃക്കുന്നപ്പുഴയിലെ കടലോരത്ത് വസന്തകുമാരിയുടെ സ്ഥലത്ത് ഡോക്ടർമാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വൈകാതെ ഈ ക്ലിനിക്ക് യാഥാർത്ഥ്യമാകും. നീതി കിട്ടിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് പട്ടാളമുക്കിലെ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ 1 വർഷമായി നീറിക്കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.
കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ ഒന്നായിരുന്നു ഡോക്ടർ വന്ദനയുടെ കൊലപാതകം. പ്രത്യേകിച്ച് ആതുര സുരക്ഷാ രംഗത്ത്, ആതുര സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച് എന്ത് ഉറപ്പാണ് സംസ്ഥാന സർക്കാരിന് നൽകാൻ സാധിക്കുന്നത് എന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരം എന്ന നിലയിൽ ആയിരുന്നു ആശുപത്രി സംരക്ഷണ നിയമം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആശുപത്രികളിൽ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതോടൊപ്പം ഒരു പ്രതിയെ ഹാജരാക്കിയപ്പോൾ, വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ ആയിരുന്നു ഡോക്ടർ വന്ദനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഒരു പ്രതിയെ ഹാജരാക്കുമ്പോൾ പോലീസ് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇത്രയും മാത്രമായിരുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഡോക്ടർ വന്ദനയുടെ കുടുംബം ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. മകൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ അത് അകലെയാണ് എന്ന് ഈ 1-ാം വാർഷിക ദിനത്തിലും കുടുംബം പറയുകയാണ്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ആ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരുടെ പ്രതീക്ഷകളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർന്നടിഞ്ഞു. അപ്പോഴും അവർ ഡോക്ടർ വന്ദനയുടെ ആഗ്രഹപ്രകാരം സൗജന്യമായി ചികിത്സ നൽകുന്ന ഒരാശുപത്രി നിർമ്മാണം അതിൻ്റെ തിരക്കുകളിൽ ഒക്കെയാണ്. പക്ഷേ ഡോക്ടർ വന്ദനയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഭരണകൂടങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും അനിവാര്യതയാണ്. എന്താണ് ആ കുടുംബം ഇപ്പോൾ പറയുന്നത്? അഭിലാഷ, തീർച്ചയായും ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ദിവസം മാത്രമല്ല കഴിഞ്ഞ കുറെ കാലമായി പലതരത്തിൽ ചർച്ചകളിൽ ഉയർന്നു വന്ന വിഷയമാണ് വന്ദനയ്ക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യവും. ആ കുടുംബം വീണ്ടും അത് മകളുടെ മരണത്തെ തുടർന്നുള്ള വേദന മാത്രമല്ല, പിന്നീട് ഭരണകൂടത്തിന്റെ ഒരു തുടർച്ചയായുള്ള ഇടപെടലിൽ അവർക്ക് നീതി ഒരൽപ്പം അകലെ മാറി നിൽക്കുന്ന കാഴ്ചയും കൊണ്ട് ഈ സംഭവത്തിൽ കേവലം ഈ ഒരു പ്രതിയായ സന്ദീപ് വന്ദനയെ കുത്തിക്കൊന്നു എന്ന നിലയിൽ മാത്രം സംസ്ഥാന സർക്കാർ ഒതുക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ദുരൂഹതകൾ പലതുമുണ്ട് എന്ന് ആ കുടുംബം പറയുന്നു. കേവലം വന്ദന മരിച്ചത് വലിയ ചികിത്സാ പിഴവിലാണ്. അതായത് ഏതാണ്ട് 4 മണിക്കൂർ അകലെയുള്ള കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് മുതൽ നമ്മൾ ഇതിൽ ഏറ്റവും കൗതുകകരമായുള്ളത് നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാർ ആശുപത്രി, അത് സർക്കാരിന് കീഴിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ചാണ് വന്ദനയ്ക്ക് കുത്തേൽക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതായത് വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഒരു ചികിത്സയും വേണ്ട വിധത്തിൽ നൽകിയില്ല. പിന്നീട് മറ്റ് പാരിപ്പള്ളി അടക്കമുള്ള മറ്റു പല മെഡിക്കൽ കോളേജുകളും സമീപത്തുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ദുരൂഹത ആ കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് കേരളം ഒന്നാകെ വിലപിച്ചതാണ് വന്ദനയ്ക്ക് വേണ്ടി. സർക്കാർ സംവിധാനങ്ങളും ഒക്കെ കൂടെ നിന്ന് കരഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് CBI അന്വേഷണം എന്ന ആവശ്യത്തോടെ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഹൈക്കോടതിയിൽ ആ നിലപാടാണ് എടുത്തത്. ഫലത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിക്കളയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണവും സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. അവിടെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് കണ്ടതോടുകൂടി തങ്ങളുടെ സംവിധാനം, പ്രത്യേകിച്ച് പോലീസ് വന്ദനയ്ക്ക് വേണ്ട വിധത്തിലുള്ള, ഈ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. 2 ആശുപത്രി സംവിധാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ തുടർന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളിലുമുള്ള ദുരൂഹമായ പല കാര്യങ്ങളും, ഇതെല്ലാം ആ കുടുംബം ചൂണ്ടിക്കാട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് നേരെ വരുന്ന ഒരു വിരലായി ഇതിനെ കാണുകയും അവിടെ ഫലത്തിൽ വന്ദനയ്ക്കൊപ്പം നിൽക്കാതെ, അതാണല്ലോ ശ്രീജിത്ത്, അതായത് ഒരു പ്രതിയുമായി എത്തിയതാണ്. കേവലം ഏതെങ്കിലും ഒരു രോഗിയായിരുന്നില്ല ഇത്തരത്തിൽ ആക്രമിച്ചത്. പോലീസ് പിടികൂടിയ ഒരു വ്യക്തിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നു. അങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ ആ പ്രതിയെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രതിയുടെ മാനസികാവസ്ഥ, ആ പ്രതി വൈകാരികമായി പെരുമാറുമോ എന്നുള്ളത്, അയാളുടെ കായികമായ ബലം, ഇതെല്ലാം പോലീസാണ് വിലയിരുത്തേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതികൾ ആശുപത്രികളിൽ നിന്ന് ചാടിപ്പോയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രതിയെ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവിടെ വലിയ വീഴ്ച സംഭവിക്കുന്നു. ഇതേ പോലീസും സഹപ്രവർത്തകരും ഒക്കെ നോക്കി നിൽക്കെ ആണ് വന്ദനയ്ക്ക് കുത്തേൽക്കുന്നത്. അതിനുശേഷം, കുത്തേറ്റ ശേഷം പോലും വന്ദനയുടെ അടുത്തേക്ക് സഹപ്രവർത്തകർക്കോ മറ്റോ ഒന്നും വളരെ പെട്ടെന്ന് എത്താൻ സാധിച്ചില്ല. വളരെ പെട്ടെന്ന് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു മരണം സംഭവിക്കില്ലായിരുന്നുവെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ കൃത്യമായ അനാസ്ഥ, കൃത്യമായ
വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ആ വീഴ്ചകൾ ചോദ്യം ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് സർക്കാർ തിരിച്ചറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണത്തോട് മുഖം തിരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അഭിലാഷ, മറ്റൊരു വിഷയത്തിലും ഇല്ലാതെ പോലെ ഈ വിഷയത്തിൽ നമുക്ക് നേരിട്ട് തന്നെ അങ്ങനെ വിലയിരുത്തേണ്ടി വരും. സംസ്ഥാന സർക്കാരിന് ഒരു ഈഗോ ഇക്കാര്യത്തിലുണ്ട്. തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനോട് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് നേരിട്ട് പറയാം. കാരണം സംസ്ഥാനത്ത് ഒരു ഡോക്ടർക്കാണ് ഇത് സംഭവിക്കുന്നത്, അതും അവർ ജോലി ചെയ്യുമ്പോൾ, അതും ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകാതെ 4 മണിക്കൂർ വൈകി ചികിത്സയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കപ്പെടേണ്ട, ഏറ്റവും കുറഞ്ഞത് അതൊരു വകുപ്പ് തല നടപടിയെടുത്ത് എന്തെങ്കിലും അഴിമതി കേസിലൊക്കെ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച കേസിലൊക്കെ എടുക്കുന്ന നടപടി പോലെ ഉണ്ടാകേണ്ടതൊന്നല്ല. അത് ക്രിമിനൽ നടപടി പ്രകാരം അന്വേഷിക്കേണ്ട കേസാണ്. പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ പോലീസിന് വീഴ്ച പറ്റിയത് അവിടെയുള്ള പോലീസ്, സംസ്ഥാനത്തെ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയോ? ഇതിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടാൻ, എവിടേക്കോ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടി വരിക. അത് കൃത്യമായി അങ്ങനെ തന്നെ അഭിലാഷ പറയേണ്ടി വരുന്നതിൽ യാതൊരു സംശയവുമില്ല. ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം, കാരണം ഇവിടെ നമുക്കറിയാം സോളാർ കേസിലെ പരാതിക്കാരിയുടെ കേസ് CBIക്ക് അവരുടെ പരാതി മാത്രം സ്വീകരിച്ച് CBIക്ക് വിട്ട സംസ്ഥാന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവിടെയാണ് കേരളം ഒന്നാകെ ആശങ്കയോടെ കണ്ട ഒരു വിഷയത്തിൽ, വേദനയോടെ കണ്ട ഒരു വിഷയത്തിൽ, ആ കുടുംബത്തിനൊപ്പം നിന്നൊരു വിഷയത്തിൽ ഒരേ ഒരു മകളുടെ വേദനയുമായി ഈ സംസ്ഥാനത്തെ സർക്കാരിനോട് കേഴുന്ന ഒരു അച്ഛനും അമ്മയും നിൽക്കുന്നത്, അവർക്ക് മുന്നിൽ യാതൊരു തരത്തിലുള്ള കാരുണ്യവും കാട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്, എന്തു മനസ്സാണ് ഭരിക്കുന്നവർക്കുള്ളത് എന്ന ചോദ്യം ഫലത്തിൽ ചോദിച്ചു പോവുകയാണ്. ഈ കുടുംബം, അച്ഛനും അമ്മയും അങ്ങനെയൊന്നും പറയില്ല, കാരണം അവർക്ക് ഇപ്പോഴും പേടിയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊന്നും മനസ്സലിഞ്ഞാലോ അവർക്കെതിരെ അതുകൊണ്ട് ഞങ്ങളൊന്നും പറയില്ല എന്ന നിലപാടിലേക്ക് പോലും അവർ തുടക്കം മുതൽ മാറി നിന്നത് അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവർ വീണ്ടും പ്രതീക്ഷയിലാണ്. കേസ് പലതരത്തിൽ അത് പുതുക്കി നൽകി അത് സുപ്രീം കോടതി അടക്കം സമീപിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. അതായത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആയുസ്സുള്ള കാലത്തോളം മകളുടെ നീതിക്ക് വേണ്ടി പോരാടുമെന്നാണ് ആ അച്ഛനും അമ്മയും സംസാരിക്കുന്നത്. അമ്മ ഇപ്പോഴും മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല അഭിലാഷ്. അത്രത്തോളം അവർ ഒറ്റപ്പെട്ട് അത്രയും വേദനയിൽ കഴിയുകയാണ്. കാരണം അവർക്ക് വർഷങ്ങൾക്ക് ശേഷം, അവരുടെ വിവാഹം ശേഷം വർഷങ്ങൾക്ക് ശേഷം കിട്ടിയൊരു പൊന്നുമോളാണ്. അവളെ പഠിപ്പിച്ച് വലുതാക്കിയ ഒരു അച്ഛനും അമ്മയും ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിക്കേണ്ടി വരുന്നു എന്നുള്ളത് അവർക്ക് ഒരു തരത്തിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാർദ്ധക്യകാലത്തും അവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരിക്കുമെന്ന് അവർ ഉറച്ചു പറയുകയാണ്. അവിടെയാണ് വന്ദന നേരത്തെ മുതൽ ഇവരോട് പറഞ്ഞിരുന്നത് പാവപ്പെട്ടവർക്ക് ചികിത്സ നൽകണം എന്നുള്ള കാര്യം. അവിടെയാണ് ഈ തൃക്കുന്നപ്പുഴയിൽ ഒരു സ്വകാര്യ ക്ലിനിക്ക് ഒരുക്കാൻ അവർ പോകുന്നത്. അത് വൈകാതെ അത് യാഥാർത്ഥ്യമാകും. ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമായിരുന്നു, അവരുടെ ഏക മകളായിരുന്നു. അവർക്ക് വൈകി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഏറെ വൈകി ഉണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ